അന്ന് ആ രണ്ട് സഹോദരങ്ങൾ മരുഭൂമിയിലെ മണൽപ്പരപ്പിലൂടെ നിരന്തര ഓട്ടത്തിലാണ്. അവർ ചെന്നുപെട്ടതാകട്ടെ ശത്രുപക്ഷത്തായിരുന്നു. അവർ ചേരാനൊരുങ്ങിയത് 313 എന്ന സംഘത്തിലും. പക്ഷേ ഇവർ വിടാനൊരുങ്ങിയില്ല. കേണപേക്ഷിച്ചു നോക്കി. അവസാനം ഒരു വ്യവസ്ഥയിൽ അവർ വിട്ടയച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വഫാ സ്വലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. സ്നേഹധന്യരായ ശ്രോതാക്കളെ, SNEC അതിൻ്റെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനായ SSO ബദർ ദിനത്തിൻ്റെ സുന്ദരമായ പാഠങ്ങളെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇത്തരമൊരു വീഡിയോ ഒരുങ്ങുന്നത്. അള്ളാഹു ഈ ഒരു ശ്രമത്തെ അവൻ്റെ ഇഷ്ടപ്പെട്ട അമാലുകളിലായി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യവസ്ഥ ഇതായിരുന്നു: തങ്ങളുടെ പക്ഷത്തെത്തിയാലും ഈ പറയപ്പെട്ട ശത്രുപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യില്ല എന്ന വ്യവസ്ഥയോടുകൂടി ആരെ വിട്ടയച്ചു. ഇവർ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ സഹോദരങ്ങൾ ചെല്ലുകയാണ്. കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. ബദറിന്റെ രണഭൂമി തയ്യാറായപ്പോൾ ഇവർ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, എന്ത് പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്യാം. പക്ഷേ സത്യവാഗ്ദാന ലംഘനം അത് നമുക്ക് പറഞ്ഞ പണിയല്ല സ്വഹാബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനും ആ സ്വഹാബത്തിനും പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് ബദറിന്റെ രണഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയും. അതായിരുന്നു ഇസ്ലാം. സമാധാനത്തിന്റെയും സംയമനത്തിന്റെയും ശാന്തി മന്ത്രവുമായിട്ടാണ് ഇസ്ലാം ആളുകളിലേക്ക് എത്തുന്നത്. പിന്നെ എങ്ങനെ ബദർ സംഭവിച്ചു എന്നതാണോ? അതെ, തങ്ങളുടെ സ്വത്വബോധത്തിന് മേൽ അവർ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ, രാജ്യത്ത് രാഷ്ട്രത്തിൽ നിലനിൽക്കാനുള്ള ജീവിക്കാനുള്ള അവകാശങ്ങളെ നിഷേധിച്ചപ്പോഴാണ് യുദ്ധം ശരിക്കും ഉണ്ടാകുന്നത്. തങ്ങളുടെ സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കപ്പെടുകയും തങ്ങളുടെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ യുദ്ധം സ്വാഭാവികമായി വന്നതാണ്. മാത്രവുമല്ല, എതിർപക്ഷം നിരന്തരമായി യുദ്ധം ചെയ്യണമെന്ന ഒറ്റ നിൽപ്പിൽ നിന്നപ്പോഴാണ് യുദ്ധം ഉണ്ടാകുന്നത്. ശത്രുപക്ഷം ഒരേ പറച്ചിലായിരുന്നു. പക്ഷേ ഒരാൾ പറഞ്ഞു, നമുക്കിതിൽ നിന്ന് പിന്മാറാം, നമുക്ക് സന്ധിയിൽ ഏർപ്പെടാമെന്ന് ശത്രുപക്ഷത്തിൽ നിന്ന് ഒരാൾ ശബ്ദമുയർത്തി. അത് മറ്റാരുമല്ല, അത് ഉത്ബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞതോടുകൂടി പറയുന്നുണ്ട്, മറുവശത്ത് യുക്തിഭദ്രമായി ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഉത്ബയാണ്. ഈ ഒരു സമയത്തും എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളുടെ നല്ല മനസ്സിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിക്കുന്നുണ്ട്. അങ്ങനെ മറുവശം സർവവും സജ്ജമായി നിലനിൽക്കുകയാണ്. ആയുധബലത്തിൽ മറ്റു യുദ്ധ സജ്ജീകരണങ്ങളിലൊക്കെ അവർ മികച്ചു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 313 സ്വഹാബത്തും ആയുധങ്ങളിൽ കുറവാണ്. മറ്റു സജ്ജീകരണങ്ങളൊക്കെ അവർ കുറവിലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തര പ്രാർത്ഥനയിലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടത്തെ കുടിലിലേക്ക് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായിരുന്നു. അള്ളാഹുവിനോട് സഹായത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ആ ദുആയുടെ ഉത്തരമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. ബദറിൽ ഒരു പുതു ഉറവ പൊട്ടുന്നുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മഴ അവിടെ പെയ്യുകയാണ്. ആ ഒരു വരൾച്ചയിലും പ്രയാസത്തിലും വെള്ളം കിട്ടിയ സന്തോഷത്തിലാണ് സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി, മറുവശത്ത് നിന്ന് ആരെങ്കിലും വെള്ളത്തിനോ മറ്റോ വന്നാൽ അവരെ തടയരുത് കേട്ടോ. ശത്രുപക്ഷത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ശ്രദ്ധ പുലർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്ര സുന്ദരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സും സ്വഭാവവും. അങ്ങനെ ബദറിന്റെ രണഭൂമി തയ്യാറായി കഴിഞ്ഞു.
യുദ്ധങ്ങളിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുതിയ മൂവ്മെന്റ് അവിടെ നടത്തുന്നുണ്ട്. യുദ്ധങ്ങളിൽ മുമ്പ് കാണപ്പെടാത്ത ഒന്ന്, സൊഫായി ആളുകളെ നിലനിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവിടുത്തെ വടി കൊണ്ട് എല്ലാവരും ഇങ്ങനെ ശരിപ്പെടുത്തുന്ന സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു ആ വരിയിൽ നിന്ന് തെറ്റി നിൽക്കുന്നതായിട്ട് നബി തങ്ങളെ ദൃഷ്ടിയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് ആ വടി കൊണ്ട് ചെറുതായി സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ തട്ടിയിട്ട് ഒന്ന് വരിയിൽ നിൽക്കാൻ പറഞ്ഞു. പെട്ടെന്ന് സവാദ് റളിയല്ലാഹു അൻഹു, നബിയെ, എനിക്ക് പ്രതികാരം ചെയ്യണം എന്ന് ശബ്ദമുയർന്നു. നിരന്തരമായി ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഷാകുലനായിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. സവാദ് റളിയല്ലാഹു അൻഹു അത്യാവശ്യം തുടർന്നു, എനിക്ക് പ്രതികാരം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട വയർ കാണിച്ചു കൊടുക്കുകയാണ് പ്രതികാരം ചെയ്യാൻ. സവാദ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വയറ്റിൽ ചുംബിക്കുകയാണ്. സ്വഹാബത്ത് ഇത് കണ്ണിറങ്ങി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങയോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഇത് സവാദിന്റെ അവസാനത്തെ ദിനമായിരിക്കാം. ഇനി ഒരു പക്ഷെ സവാദിന് ഇങ്ങനെ നബിത്തങ്ങളെ കാണാൻ കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് അവിടുത്തെ തബറുക്കെടുക്കാനും അവിടുത്തെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ സ്വഹാബത്ത് മുഴുവനും കണ്ണിറയെ ആ കാഴ്ച കാണുകയും അവരുടെ കണ്ണുനീർ ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ യുദ്ധത്തിലേക്ക് ചെല്ലുകയാണ്. 313 എന്ന ചെറിയ സംഘം അവരുടെ 3 അതിലിരട്ടിയോ വരുന്ന വലിയ സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ്. സത്യം, ധാർമ്മികത, സമാധാനം ആഗ്രഹിച്ചത് കൊണ്ടാണ് അവർക്കന്ന് വിജയം പുൽകിയത്. ബദർ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സംയമനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കൂടി ഉത്തമ ഉദാഹരണമാണ്. ആകാശ നീലിമയിലേക്ക് ആ വിജയ പതാക ഉയർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ കമാൻഡ് കൊണ്ടാണ്. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആൻ അവർക്ക് അഭയം നൽകി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, മലായിക്കത്തുകളെ ഇറക്കിക്കൊണ്ട് ആ സമൂഹത്തെ ഞാൻ സഹായിച്ചു. അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ തുടർച്ച ആഗ്രഹിച്ചത് കൊണ്ടാണ്. അന്നൊരു പക്ഷേ ബദറിൽ ആ ഇത്തരം ഒരു വിജയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ലോകത്തിന്റെ സമസ്ത മേഖലയിലേക്ക് പടർന്നു കിടക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം എത്താൻ ഒരുപക്ഷെ കാലപ്രയാസം, കാലദൈർഘ്യം കൂടുതൽ എടുത്തേനെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സമൂഹവും അവിടെ നിന്ന് വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ആ സുന്ദരമായ മതമാണ്, ആ വിശ്വാസത്തിന്റെ വലുപ്പമാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് കൊണ്ടുവരേണ്ടത്. സാന്ദർഭികമായി ഒരു ചിന്ത കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ വളർത്തിയത് യുദ്ധം കൊണ്ടാണെന്ന് നവലിബറലുകളും നിരീശ്വരവാദികളും ഒക്കെ വാദിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ യുദ്ധങ്ങളൊക്കെ സംഭവിച്ചത് അതൊരു അനിവാര്യ ഘട്ടത്തിൽ മറ്റൊരു വ്യവസ്ഥയും അവിടെ ഇല്ലാത്ത അവസരത്തിൽ മാത്രമാണ്. എന്നാൽ കൂടി ഈ യുദ്ധങ്ങളുടെയൊക്കെ പര്യവസാനമായി സംഭവിച്ചത് സമാധാനമാണ്, ശാന്തിയാണ്, ലോകത്തിന്, രാഷ്ട്രത്തിന് മുന്നോട്ടു പോകാനുള്ള സുഗമമായ ഒരു ചുറ്റുപാടാണ്, സാമ്പത്തിക ഭദ്രതയാണ്. എന്നാൽ നവകാലത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതോടുകൂടി ഒരു യുദ്ധം കഴിയുന്നതോടുകൂടി ഒരു രാഷ്ട്രം കടക്കണിയിൽ പെടുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും കൊണ്ട് ഒരു രാഷ്ട്രം വലിഞ്ഞു മുറുകുകയാണ്. സമാധാനമില്ലാതെ നിരന്തര കടത്തിൽപ്പെട്ട് ആ രാഷ്ട്രം മുങ്ങിത്താരുകയാണ് ചെയ്യുന്നത്. രണ്ടിന്റെയും വ്യത്യാസം അജഗജാന്തരമാണ്. പ്രിയമുള്ളവരെ, റമദാനിലെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റും
പോർവിളികളും ഒച്ചപ്പാടുകളും ഉണ്ടാകുമ്പോൾ ദുആ എന്ന ആയുധത്തെ നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകാനായി കത്തിരിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യുക. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ മൃഗതുല്യരായ ആളുകളിൽ നിന്ന് അല്ലാഹു മനുഷ്യത്വത്തെയും മനുഷ്യരെയും എക്കാലവും സംരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഗതകാലങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകളെ, അപരാധങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് അള്ളാഹു ബഹുമാനിച്ചതിനെയൊക്കെ ബഹുമാനിച്ച് തഖ്വയുള്ള ഖൽബുള്ളവരായി മാറാൻ, ശുദ്ധീകരിച്ച ഹൃദയങ്ങളുമായി അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്ക് തയ്യാറാകണം. ആ തയ്യാറെടുപ്പുകൾ നാം തുടങ്ങേണ്ട സമയമാണ്. ഈ മഗ്ഫിറത്തിന്റെ 10 നാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.